നമസ്കാരം. കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത്ത് റേ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം TV ചന്ദ്രൻ. 13ാമത് സത്യജിത്ത് റേ പുരസ്കാരം നേടിയത് TV ചന്ദ്രനാണ്. രണ്ടാമത്തെ ചോദ്യം, പരമ്പരാഗത കരകൗശല തൊഴിലാളികളെയും കൈത്തൊഴിലുകാരെയും സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. പരമ്പരാഗത കരകൗശല തൊഴിലാളികളെയും കൈത്തൊഴിലുകാരെയും സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. ഇതാരംഭിച്ചത് 2023 സെപ്റ്റംബറിലാണ്. 2023 സെപ്റ്റംബറിൽ പരമ്പരാഗത കരകൗശല തൊഴിലാളികളെയും കൈത്തൊഴിലുകാരെയും സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. അടുത്ത ചോദ്യം, അടുത്തിടെ GI ടാഗ് ലഭിച്ച നാഗൗരി അശ്വഗന്ധ ഏത് സംസ്ഥാനത്തിൽ പെടുന്നു? ഉത്തരം രാജസ്ഥാൻ. അടുത്തിടെ GI ടാഗ് ലഭിച്ച നാഗൗരി അശ്വഗന്ധ രാജസ്ഥാൻ സംസ്ഥാനത്തിലാണ്. അടുത്ത ചോദ്യം, ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആശവാൻ മൊബൈൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആശവാൻ മൊബൈൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലാണ് ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആശവാൻ മൊബൈൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? പശ്ചിമ ബംഗാളിനെയും ആസാമിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടുന്നത്. പശ്ചിമ ബംഗാളിനെയും ആസാമിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക ഡോൾഫിൻ സങ്കേതം. ഇന്ത്യയിലെ ഏക ഡോൾഫിൻ സങ്കേതം വിക്രംശില ഗംഗ ഡോൾഫിൻ സാങ്ച്വറി. ഇന്ത്യയിലെ ഏക ഡോൾഫിൻ സങ്കേതമാണ് വിക്രംശില ഗംഗ ഡോൾഫിൻ സാങ്ച്വറി. അടുത്ത ചോദ്യം, അടുത്തിടെ പുറത്തിറങ്ങിയ കവി K സച്ചിദാനന്ദൻ്റെ ആത്മകഥ അവിരാമം. K സച്ചിദാനന്ദൻ്റെ ആത്മകഥയുടെ പേരാണ് അവിരാമം. കവി K സച്ചിദാനന്ദൻ്റെ ആത്മകഥയുടെ പേരാണ് അവിരാമം. അടുത്ത ചോദ്യം, രണ്ടാമത് ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? രണ്ടാമത് ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി ഡൽഹിയാണ്. ആഗോള ബുദ്ധ ഉച്ചകോടി രണ്ടാമത് നടക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. അടുത്ത ചോദ്യം, ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗ് കിരീട ജേതാക്കൾ. ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗ് കിരീട ജേതാക്കളായത് കേരളമാണ്. ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗിൻ്റെ കിരീട ജേതാക്കളായത് കേരളമാണ്. അടുത്ത ചോദ്യം, റിപ്പബ്ലിക് ദിനാഘോഷം 2026 മുഖ്യ പ്രമേയം. വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ. വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നതാണ് റിപ്പബ്ലിക് ദിനാഘോഷം 2026 മുഖ്യ പ്രമേയം. അടുത്ത ചോദ്യം, 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് ആരാണ്? കണ്ണൂർ ജില്ലയാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് എവിടെ? കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് കൊട്ടാരക്കരയിലാണ്. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ സുഗമമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സജ്ജമാക്കിയ AI അധിഷ്ഠിത കോൾ സെൻ്ററാണ് സ്മാർട്ടി. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ സുഗമമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സജ്ജമാക്കിയ AI അധിഷ്ഠിത കോൾ സെൻ്ററാണ് സ്മാർട്ടി. അടുത്ത ചോദ്യം, കുട്ടികളിൽ അപൂർവമായി ഉണ്ടാകുന്ന മെൻകസ് എന്ന രോഗാവസ്ഥ ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെമ്പ്. കുട്ടികളിൽ അപൂർവമായി ഉണ്ടാകുന്ന മെൻകസ് എന്ന രോഗാവസ്ഥ ചെമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56ാം പതിപ്പ് വേദി. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56ാം പതിപ്പ് വേദി സ്വിറ്റ്സർലൻഡ് ദാവോസ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56ാം പതിപ്പ് നടക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ലോക സാമ്പത്തിക ഫോറം നടത്തുന്നത്.
ലോക സാമ്പത്തിക ഫോറം 56-ാം പതിപ്പിൻ്റെ പ്രമേയം സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ്. നടക്കുന്ന വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡ് ആണ്. അടുത്ത ചോദ്യം, 2022 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി 2022 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയാണ് ഇ റുപ്പി. ഇ റുപ്പി എന്നാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയുടെ പേര്. 2025 സംസ്ഥാന വികലാംഗ അവാർഡ് നേടിയ ജില്ല മലപ്പുറം. 2025 സംസ്ഥാന വികലാംഗ അവാർഡ് നേടിയ ജില്ല മലപ്പുറമാണ്. അടുത്ത ചോദ്യം, കേരള കുംഭമേളയെന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവം നടക്കുന്നത് എവിടെയാണ്? കേരള കുംഭമേളയെന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവം നടന്നത് തിരുനാവായയിൽ നിളയോരത്താണ്. കേരള കുംഭമേള നടന്നത് തിരുനാവായയിൽ നിളയോരത്താണ്. അടുത്ത ചോദ്യം, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്ന കൊതുകിനം. ജപ്പാനീസ് എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്ന കൊതുകിനമാണ് ക്യൂലെക്സ്. ക്യൂലെക്സ് കൊതുകുകളാണ് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. സംസ്ഥാനത്തെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. കണക്ട് ടു വർക്കിൻ്റെ വരുമാന പരിധി 5 ലക്ഷം രൂപയാണ്.